സെക്സ് ചെയ്യുമ്പോൾ എൻഡിങ്ങിൽ പുരുഷന്മാരുടെ സെമൻ അത് സ്വോളോ ചെയ്യാൻ പുരുഷന്മാർ തന്നെ ഫോഴ്സ്ഫുള്ളി പാർട്ട്ണറിന്റെ അടുത്ത്, ഇപ്പൊ ഭാര്യ ആവാം, കാമുകിയാവാം, അല്ലെ ഡേറ്റ് ആവാം, അവരോട് ഫോഴ്സ്ഫുള്ളി ആവശ്യപ്പെടാറുണ്ട്. ചില സ്ത്രീകള് പുരുഷന്മാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് ആ സെമൻ സ്വോളോ ചെയ്യാറുണ്ട്. ശരിക്കും ഈ സെമന്റെ ടേസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ സെമൻ സ്വോളോ ചെയ്യുമ്പോൾ അത് നമ്മള് ഹെൽത്തി ആണോ? അത് ഈ സെമൻ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ചില പുരുഷന്മാര് അത് ഫോഴ്സ് ചെയ്യാറുണ്ട്. ചില സ്ത്രീകൾക്ക് അത് ഓക്കെ ശീലം കൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇത് സേഫ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻസ്. അതായത് നമുക്കൊരു ഹെൽത്തി പാർട്ട്ണർ കൂടെ ഇറ്റ്സ് ഓക്കെ. ഈ ഹെൽത്തി പാർട്ട്ണർ എത്ര ഹെൽത്തി ആണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പിന്നെ കുഴപ്പമാണ്. കാരണം ഇത് അകത്തേക്ക് പോകുമ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാനുള്ള പോസിബിലിറ്റീസ് ഹൈയാണ്. എങ്ങനെ വരാന്ന് വെച്ചാൽ നമ്മുടെ വായിൽ ഇപ്പൊ ഗം ബ്ലീഡിങ് ഉണ്ട്, അല്ലെങ്കിൽ മൗത്ത് അൾസർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മറ്റു വ്യക്തിക്ക് എന്തെങ്കിലും STD ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലാതെ ഒരു സെമനിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ, പിന്നെ എൻസൈംസ്, പ്രോട്ടീൻ, ഫ്രക്ടോസ്, ഇത്രയേ ഉള്ളൂ. അതിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാധനങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറലി ഇറ്റ്സ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലിറ്റിൽ സാൾട്ടി, ഒരു ലൈറ്റ് സാൾട്ടി ടേസ്റ്റ് ആയിരിക്കും. ബട്ട് ചിലരെ സമയത്ത് ചില ടൈമിൽ ഇറ്റ്സ് ബിറ്റർ ആൻഡ് സ്വീറ്റസ്റ്റിലേക്ക് വരാറുണ്ട്. ഇറ്റ്സ് വെരി റെയർ. എന്നിരുന്നാലും നമ്മളൊരു ഡിപ്പെൻസ് ദ ഫുഡ്. ഇപ്പൊ സ്മോക്കറുടെ സെമന്റെ ടേസ്റ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതേമാതിരി തന്നെ ഒരു ഗാർലിക് ഓവറായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിക്ക്. അപ്പോൾ അതുപോലെ ഡിപ്പെൻസ് നമ്മൾ എന്ത് ഫുഡ് ഓവർ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് ചില സമയത്ത് ഇതിന്റെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ജനറലി പറയുകയാണെങ്കിൽ സ്ലൈറ്റ്ലി സാൾട്ടി ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു ഹാം അല്ല, കുഴപ്പമില്ല, പക്ഷേ റിസ്ക് ആണ്. മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉള്ള ഒരു വ്യക്തിയുടെ അതാണെങ്കിൽ നമ്മൾ STD ഉണ്ടാകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്.